ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സൈസ് 10.2 വരുന്ന 11 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് വെക്ടേഴ്സ് കോലീനിയർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടുത്തെ സ്കേലാർ കമ്പോണൻസ് പ്രപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 by B1 that is equal to A2 by B2 that is equal to A3 by B3 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടുത്തെ A1 എന്ന് പറയുമ്പോൾ 2, അവിടെ B1 എന്ന് പറയുമ്പോൾ -4 എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്, -1/2 എന്നാണ് കിട്ടുക. ദെൻ നോക്കുമ്പോൾ എന്താണ് അടുത്തത് -3/6 എന്നാണ്. അവിടെ കട്ട് ചെയ്യുമ്പോൾ -1/2 എന്ന് തന്നെയാണ് കിട്ടുക. അടുത്ത കേസിൽ അവിടെ 4/-8 എന്നാണ്, അതും എന്ത് തന്നെയാണ്, അതും -1/2 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ 2/-4 ദാറ്റ് ഈസ് ഈക്വൽ ടു -3/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/-8 എന്നാണ് കിട്ടുന്നത്. എല്ലാം -1/2 ആണ്. അപ്പോൾ ഈ റേഷ്യോകൾ പ്രപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് പറയാം therefore the vectors അല്ലേ ആരൊക്കെയാണ്, 2i minus 3j plus 4k and -4i plus 6j minus 8k are collinear. അപ്പോൾ നോക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ കൊളീനിയർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവയുടെ സ്കേലർ കമ്പോണൻസ് എടുത്ത് അവ പ്രപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വെക്ടറിനെ എ എന്നെടുക്കുകയാണ്. സോ എ ഈസ് ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 3k എന്നെടുത്തു. അങ്ങനെ വരുമ്പോൾ ആ വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടറിൻ്റെ സ്കേലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴും നമുക്കിവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, അവിടെ മാഗ്നിറ്റ്യൂഡ് വേണം അല്ലേ. സോ മോഡുലസ് ഓഫ് എ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക, √1² അല്ലേ, 1² പ്ലസ് 2² പ്ലസ് 3² എന്നാണ് വരിക. സോ √1 പ്ലസ് 4 പ്ലസ് 9 എന്ന് വന്നു. അഥവാ √14 എന്നാണ് അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കിട്ടുന്നത്. യൂണിറ്റ് വെക്ടർ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, അത് വെക്ടർ എ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 3k ഡിവൈഡ് ബൈ √14 എന്നാണ് വരിക. അഥവാ 1/√14 ഓഫ് i പ്ലസ് 2/√14 ഓഫ് j പ്ലസ് 3/√14 ഓഫ് k എന്നാണ് കിട്ടുക. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ സ്കേലാർ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുക. എന്ന് പറയുമ്പോൾ 1/√14 കോമ 2/√14 കോമ 3/√14 അല്ലേ, 3/√14 അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയാം. നമുക്ക് എഴുതുമ്പോൾ therefore ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, ഞാനിവിടെ യൂണിറ്റ് വെക്ടർ എഴുതി, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാമായിരുന്നു. എങ്ങനെയാണ്, മാഗ്നിറ്റ്യൂഡ് √14 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1/√14 കോമ 2/√14 കോമ 3/√14 ആണ് അവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് നമുക്ക് ഡയറക്റ്റ്ലി പറയാമായിരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെയും നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ AB ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയിൽ നിന്നും ബിയിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോയിന്റ്സ് A and B നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വെക്ടർ AB ആദ്യം എഴുതുക. അപ്പോൾ നോക്കുക, അവിടുത്തെ ഇനീഷ്യൽ എന്ന് പറഞ്ഞ എയും ടെർമിനൽ എന്ന് പറഞ്ഞ ബിയും ആണ് അല്ലേ. അപ്പോൾ ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്ന് വേണം എടുക്കാനായിട്ട് വെക്ടർ എഴുതുമ്പോൾ. അപ്പോൾ നമുക്കവിടെ -1 ദെൻ മൈനസ് ഓഫ് 1i എന്ന് പറഞ്ഞു, പ്ലസ് -2 j എന്ന് പറഞ്ഞു, പ്ലസ് ഇവിടെ 1 -3 ഓഫ് k എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2i, ഇവിടെ നമുക്ക് -4j, ദെൻ ഇവിടെ 1 മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് i. സോ 1 + 3 എന്ന് പറഞ്ഞാൽ 4 എന്നാണ് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ AB ആയിട്ട് കിട്ടുക. ഇനി എന്ത് ചെയ്യണം, നമുക്ക് അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് AB കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √4 പ്ലസ് 16 പ്ലസ് 16 അല്ലേ, അങ്ങനെയാണ് നമുക്ക് അവിടെ കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്
36 എന്ന് പറഞ്ഞു, അഥവാ 6 എന്നാണ് നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് യൂണിറ്റ് വെക്ടർ എഴുതിയിട്ട് അവിടെ നിന്ന് സ്കാലർ കമ്പോണൻസ് എഴുതാം, അതായിരിക്കും ഡയറക്ഷൻ കൊസൈൻസ്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്താണ്, അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ -2 -4 എന്നാണ് സ്കാലർ കമ്പോണൻസ്. അതിന് ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യണം, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ -2/6, ഇവിടെ നമുക്ക് -4/6, ഇവിടെ നമുക്ക് 4/6 എന്നാണ് കിട്ടുക. അപ്പം നമുക്ക് എന്താണല്ലോ അവിടെ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/3 then -2/3, 2/3 എന്നാണ് ഇവിടുത്തെ ഡയറക്ഷൻ കൊസൈൻസ് കിട്ടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കൊരു വെക്ടർ തന്നിട്ട് ആ വെക്ടർ എക്സ് ആക്സ്, വൈ ആക്സ് ആൻഡ് സെഡ് ആക്സിസിനോട് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ ഡയറക്ഷൻ ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി, അഥവാ ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ വെക്ടറിനെ വെക്ടർ എ എന്ന് എടുക്കുകയാണെങ്കിൽ i + j + k എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ √1² + 1² + 1² എന്ന് പറഞ്ഞാൽ 1 + 1 + 1 √3 എന്നാണ് കിട്ടുക. അപ്പം നമുക്ക് അവിടെ നിന്നും ഡയറക്ഷൻ കൊസൈൻസ് എഴുതാം. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എഴുതുമ്പോൾ നമുക്ക് 1/√3 1/√3 then 1/√3 എന്നാണ് കിട്ടുക അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻസ് ആർ 1/√3 1/√3 1/√3 എന്ന് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നമുക്കറിയാം ഇയാൾ കോസ് ആൽഫയാണ്, ഇയാൾ കോസ് ബീറ്റയാണ്, ഇയാൾ കോസ് ഗാമയാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവർ 3 പേരും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം therefore കോസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഗാമ എന്ന് പറയാം. അവിടെ നമുക്ക് ആൽഫയാണ്, ബീറ്റ അത് തന്നെയാണ്, ഗാമ എന്ന് പറയാനായിട്ട് പറ്റി. അപ്പോൾ ഡയറക്ഷൻ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇയാൾ ഈക്വലി ഇൻക്ലൈൻ ടു എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയി. അപ്പോൾ നമ്മൾ എഴുതും therefore the vector i + j + k is equally inclined to x, y and z axis. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 2 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ 2 വെക്ടേഴ്സ് എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് 2 പോയിന്റ്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ആ പോയിന്റ് ഈ ലൈൻ സെഗ്മെന്റ് 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അകത്ത് വരുന്ന പോയിന്റ് ആകുമ്പോഴാണ് ഇന്റേണലി വരിക. അതുപോലെ നമുക്ക് വേറൊരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണം. റേഷ്യോ ഇത് തന്നെയാണ്, തന്നിരിക്കണം പോയിന്റ്സ് സെയിം ആണ്, പക്ഷേ അവിടെ എക്സ്റ്റേണലി കട്ടിംഗ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇന്റേണൽ കട്ടിംഗ് ആണെങ്കിൽ നമ്മൾ m × b + n × a / m + n എന്നാണ് പഠിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ നമ്മൾ m:n എന്നാണ് റേഷ്യോനെ എടുക്കുക. ആദ്യത്തെ വെക്ടറിനെയാണ് നമ്മൾ എ വെക്ടർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ വെക്ടറിനെയാണ് നമ്മൾ ബി വെക്ടർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ എം എന്ന് പറഞ്ഞാൽ 2 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -i + j + k ആണ് നമുക്ക് തന്നിരിക്കുക, പ്ലസ് n എന്ന് പറഞ്ഞാൽ 1 ആണ്, എ എന്ന് പറയുമ്പോൾ i + 2j - k ആണ്, ഓൾ ഡിവൈഡ് ബൈ നമുക്ക് 2 + 1 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2i + 2j + 2k + i + 2j - k ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ -2i + i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് -i ആണ്. പ്ലസ് ഇവിടെ നമുക്ക് 2j + 2j എന്ന് പറയുമ്പോൾ 4j എന്ന് എഴുതാനായിട്ട് പറ്റി. 2k - k എന്ന് പറഞ്ഞാൽ അത് +k ആണ്, ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി രണ്ടാമത്തിലോട്ട് നോക്കുമ്പോൾ ഫോർമുല ഇത് തന്നെയാണ്, പക്ഷേ പ്ലസിന് പകരം എന്താണ് മൈനസ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ m × b വെക്ടർ - n × a വെക്ടർ ഡിവൈഡ് ബൈ m - n ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × ഇവിടെ എന്താണ് b എന്ന് പറയുന്നത് -i + j + k ആണ്,
അവിടെ 1 ഇൻറ്റു എ എന്ന് പറയുന്നത് അതെന്താണ് ഐ പ്ലസ് 2j മൈനസ് കെ ആണ് ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ എന്ന് പറയുമ്പോൾ 2 മൈനസ് 1 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2i പ്ലസ് 2j പ്ലസ് 2k. ഇവിടെ മൈനസ് ഐ മൈനസ് 2j മൈനസ് ഓഫ് മൈനസ് പ്ലസ് കെ എന്ന് പറഞ്ഞു ഡിവൈഡ് ബൈ 1 എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ മൈനസ് 2i മൈനസ് ഐ എന്ന് പറഞ്ഞാൽ അത് മൈനസ് 3i ആണ്. ഇവിടെ 2j മൈനസ് 2j അവിടെ ക്യാൻസൽ ആയിട്ട് പോയി. പിന്നെ ഉള്ളത് എന്താണ് 2k പ്ലസ് കെ എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് 3k ആണ്. ഓൾ ഡിവൈഡ് ബൈ 1 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3i പ്ലസ് 3k എന്നുമാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പോയിന്റ്സിന്റെ മിഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ നമുക്ക് പൊസിഷൻ വെക്ടർ എഴുതാം. അല്ലെങ്കിൽ ഇവയുടെ രണ്ടിൻ്റെയും പൊസിഷൻ വെക്ടർ എഴുതിയിട്ട് നമുക്ക് ദെൻ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആളുടെ പൊസിഷൻ വെക്ടർ എഴുതുകയാണെങ്കിൽ വെക്ടർ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് 4k എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. രണ്ടാമത്തെ ആളുടെ എഴുതുമ്പോൾ അവിടെ നമുക്ക് 4i പ്ലസ് 1j ദെൻ മൈനസ് 2k എന്നും എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നോക്കുക, ഇനി നമുക്ക് എന്താ വേണ്ടേ? മിഡ് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് അല്ലേ, മിഡ് പോയിന്റ് എന്ന് പറയണത് അത് ഉറപ്പായിട്ടും എന്തെന്നാണ് പഠിച്ചിരിക്കുന്നത് നമ്മൾ? അത് എ പ്ലസ് ബി, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡ് ബൈ 2 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2, ദെൻ z1 പ്ലസ് z2 ബൈ 2 എന്ന രീതിയിലൊക്കെ നമ്മൾ മിഡ് പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ പൊസിഷൻ വെക്ടേഴ്സിന്റെ സം എടുത്തിട്ട് ബൈ 2 ചെയ്താൽ അവിടെ പൊസിഷൻ വെക്ടർ ഓഫ് മിഡ് പോയിന്റ് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ സമ്മ് കാണണം. അപ്പോൾ നോക്കുക, 2 പ്ലസ് 4 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 6i എന്ന് പറഞ്ഞു, പ്ലസ് ഇവിടെ 3j പ്ലസ് j എന്ന് പറയുമ്പോൾ നമുക്ക് 4j എന്നാണ് വരിക. ദെൻ നോക്കുക 4 പ്ലസ് മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലസ് 2 ആണ്. അപ്പോൾ നമുക്കവിടെ പ്ലസ് 2k എന്നുമാണ് കിട്ടുക ഡിവൈഡഡ് ബൈ 2 അവിടെ ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഓരോ ടൈമിനെയും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൽ എന്ന് പറഞ്ഞാൽ 6/2 ഓഫ് i പ്ലസ് 4/2 ഓഫ് j പ്ലസ് 2/2 ഓഫ് k എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3i പ്ലസ് 2j പ്ലസ് k എന്നാണ് ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 3 പോയിന്റ്സിന്റെ പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളോട് പറയാണ് ഈ 3 പോയിന്റ്സ് ഫോം ചെയ്യുന്നത് എന്തായിരിക്കണം? അതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വെക്ടേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളവിടെ സൈഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിളിന്റെ സൈഡ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 പോയിന്റ്സ് തമ്മിലുള്ള വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ്സ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക? നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എടുക്കുക. ദെൻ റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഫോർ ദ 2 സൈഡ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത് വെക്ടർ ഉപയോഗിച്ചായതുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എയും ബിയും സിയും പോയിന്റ്സ് എടുത്തിട്ട് അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് സൈഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇതേ കണ്ടീഷൻ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇവിടെ നമ്മൾ വെക്ടർ ആയതുകൊണ്ട് അവിടെ സൈഡ്സ് ഉണ്ടാക്കുന്ന വെക്ടറുകൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചിട്ടാണ് ഈ കേസ് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എ ബി വെക്ടർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക, അവിടെ ബി മൈനസ് എ എന്നായിരിക്കും എ ബി വെക്ടർ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 2i മൈനസ് ജെ പ്ലസ് കെ മൈനസ് 3i മൈനസ് 4j മൈനസ് 4k എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ മൈനസ് 3i പ്ലസ് 4j പ്ലസ് 4k എന്നാണ് ഇവിടെ കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് i പ്ലസ് 3j ദെൻ പ്ലസ് 5k എന്നാണ് നമുക്ക് എ ബി വെക്ടർ കിട്ടണത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ -1ന്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9 പ്ലസ് ഇവിടെ നമുക്ക് 5ന്റെ സ്ക്വയർ 25 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 35 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ നമ്മൾ അടുത്ത വെക്ടർ കാണണം. നമുക്ക് ബി സി വെക്ടർ കണ്ടുപിടിക്കാം അല്ലെ. ബി സി വെക്ടർ കാണുമ്പോൾ നമ്മൾ ആ സി വെക്ടറിൽ നിന്നും നമ്മൾ ബി വെക്ടർ കുറയ്ക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കവിടെ i മൈനസ് 3j
മൈനസ് 5k നിന്നും നമ്മൾ അവിടുത്തെ ബി വെക്ടർ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ 2i മൈനസ് j പ്ലസ് k ആണ് കുറയ്ക്കേണ്ടത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ i മൈനസ് 3j മൈനസ് 5k മൈനസ് 2i പ്ലസ് j ദെൻ മൈനസ് k എന്നാണ് വരിക. സോ i മൈനസ് 2i നമുക്ക് മൈനസ് i എന്ന് കിട്ടി, മൈനസ് 3i ദെൻ പ്ലസ് j എന്ന് പറയുമ്പോൾ മൈനസ് 2j എന്നാണ് വരിക, മൈനസ് 5k മൈനസ് k എന്ന് പറഞ്ഞാൽ മൈനസ് 6k എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, നമുക്ക് മൈനസ് 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്, പ്ലസ് ഇവിടെ നമുക്ക് മൈനസ് 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 4 ആണ്, പ്ലസ് നമുക്ക് അവിടെ മൈനസ് 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ 36 എന്നാണ് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 41 എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത വെക്ടർ കാണണം. നമുക്ക് എ സി വെക്ടറിനോ സി എ വെക്ടറിനോ എടുക്കാം, കുഴപ്പമില്ല, കാരണം നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്, നമുക്ക് ബി എടുത്താലും കുഴപ്പമില്ല, ഇവിടുത്തെ നമുക്ക് സി ബി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എ സി വെക്ടർ കാണുക. സോ സി മൈനസ് എ വെക്ടർ ആണ് കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് 3j മൈനസ് 5k. അതിൽ നിന്ന് നമ്മൾ എ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 3i മൈനസ് 4j മൈനസ് 4k ആണ് നമ്മൾ കുറയ്ക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് 3j മൈനസ് 5k. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മൈനസ് ആയി, അടുത്തത് പ്ലസ് എന്നായി, പിന്നെയും പ്ലസ് എന്നാണ് വരിക. അപ്പോൾ നമുക്കവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഐ മൈനസ് 3i എന്ന് പറഞ്ഞാൽ മൈനസ് 2i എന്ന് പറഞ്ഞു, മൈനസ് 3j പ്ലസ് 4j എന്ന് പറഞ്ഞാൽ പ്ലസ് j എന്നാണ് വരിക. ദെൻ മൈനസ് 5k പ്ലസ് 4k ഉണ്ട്, അതിന് നമുക്ക് മൈനസ് k എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 2ൻ്റെ സ്ക്വയർ 4, ഇവിടെ 1ൻ്റെ സ്ക്വയർ 1, ദെൻ മൈനസ് 1ൻ്റെ സ്ക്വയർ 1 എന്നാണ് വരിക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്നുമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 35 എന്നാണ് കിട്ടിയിരിക്കുന്നത്, എ സിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 6 എന്നാണ് കിട്ടിയിരിക്കുക, ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് 41 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സിയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 41 എന്നാണ് കിട്ടുക അല്ലേ. കാരണം എന്താ, ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 41ൻ്റെ സ്ക്വയർ ആണ്, അത് 41 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ സ്ക്വയർ 35ഉം ഇയാളുടെ സ്ക്വയർ എന്താണ് 6ഉമാണ്. അപ്പോൾ സ്ക്വയേഴ്സിൻ്റെ സമ്മ് കാണുമ്പോൾ 35 പ്ലസ് 6 എന്ന് വരും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് മോഡ് എ ബിയുടെ സ്ക്വയർ എടുത്ത് പ്ലസ് എന്ത് ചെയ്തു, മോഡ് എ സിയുടെ സ്ക്വയർ എടുത്തിട്ട് നമ്മൾ സം ചെയ്യാണ്. ഇയാളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ റൂട്ട് പോകും അല്ലേ, നമുക്ക് 35 എന്ന് കിട്ടും. ഇവിടെയോ റൂട്ട് 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 എന്നാണ് വരിക, നമുക്കവിടെ 41 എന്ന് കിട്ടി. നമുക്കത് എഴുതാം. ഇവിടെ മോഡ് ബി സി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് എ ബി സ്ക്വയർ പ്ലസ് മോഡ് എ സി സ്ക്വയർ എന്നാണ് എഴുതുക. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന 3 പൊസിഷൻ വെക്ടറുകൾ ഉറപ്പായിട്ടും റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ വെർട്ടീസസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതും കൂടെ നമുക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം therefore vector A, vector B and vector C are the position vectors അല്ലേ, position vectors of vertices of a right angled triangle എന്ന് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ സൈഡ്സിലുള്ള വെക്ടേഴ്സ് അല്ലേ, വെക്ടർ എ ബി, വെക്ടർ ബി സി, വെക്ടർ എ സി കണ്ടുപിടിച്ചു, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിച്ചപ്പോൾ ആ സൈഡ് ലെങ്ത്തുകൾ കിട്ടി. ദെൻ നമ്മൾ പൈതഗോറസ് തിയറം വെരിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും തന്നിരിക്കുന്ന പോയിന്റ്സ് എ ബി സി എന്ന് പറയുന്നത് അത് വെർട്ടിസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ എയും ബിയും സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണ്. അവിടെ കുറച്ച് വെക്ടറുകളുണ്ട് അല്ലേ, എ ബി ബി സി ദെൻ സി എ വെക്ടറുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുമാണ് നമുക്ക് ഇവിടെയുള്ള കണ്ടീഷനിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്ന് നമുക്ക് എഴുതണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ എ സി ആണെന്ന് നമുക്ക് പറയാം. ഇത് ട്രയാങ്കുലർ ലോ ഓഫ് അഡീഷൻ ആണല്ലേ. നമുക്ക് എയിൽ നിന്ന് ബി ചെന്നു,
ബിന്ന് സിയിലോട്ട് വന്നു, അത് തന്നെയാണ് എന്ന് സിയിലോട്ട് വരുന്നത് എന്ന അർത്ഥത്തിൽ എ ബി പ്ലസ് ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ആണ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ആ എ സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എ ബി പ്ലസ് ബി സി മൈനസ് എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി അവിടെ കറക്റ്റ് ആണ്. ഇനി നോക്കുക, അടുത്ത ഓപ്ഷനിൽ നമുക്ക് സി എ കാണാനുണ്ട്. അപ്പൊ എ സി നമ്മൾ മാറ്റി സി എ ആക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് സൈൻ കൂടി ഇടണം. അഥവാ നമുക്ക് അതിനെ എ ബി പ്ലസ് ബി സി, ഇനി നമ്മൾ ഇതിനെ സി എ ആക്കുമ്പോൾ ഒരു മൈനസ് സൈനും കൂടെ വരും. അഥവാ ഇത് പ്ലസ് സി എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ ഓപ്ഷൻ എയും കറക്റ്റ് എന്ന് തന്നെയാണ് കിട്ടണത്. അങ്ങനെ നോക്കുമ്പോൾ നോക്കുക, ഓപ്ഷൻ സിയിൽ ഇവിടെ നമുക്ക് മൈനസ് സി എ എന്നാണ് തന്നിരിക്കുക, പക്ഷെ നമുക്കിവിടെ പ്ലസ് സി എ എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് നമുക്ക് കറക്റ്റ് അല്ലാത്ത എന്നാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടണത്. ഇനി നോക്കുക, ഇവിടെ എ ബി മൈനസ് സി ബി പ്ലസ് സി എ എന്നാണല്ലേ. അപ്പൊ നമ്മളിത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബി സി എ സി ബി ആക്കുമ്പോൾ എന്ത് വരും, ഒരു നെഗറ്റീവ് സൈൻ വരും. അതുകൊണ്ട് ഈ ഓപ്ഷനും കറക്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഇയാൾ ട്രൂ ആണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നോക്കുക, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്, അത് തെറ്റാണ്. ചില ടെക്സ്റ്റ് ബുക്കുകൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നോക്കുക. ഈ കേസിൽ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എയും ബിയും രണ്ട് കോളീനിയർ വെക്ടേഴ്സ് ആണ് എന്നാണ്. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് നോക്കുമ്പോൾ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ എ ഫോർ സം സ്കേലാർ ലാംഡ എന്നാണ് തന്നിരിക്കുക. അപ്പൊ നോക്കുക, നമുക്ക് ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ എയും ബിയും സെയിം ഡയറക്ഷനിലായിരിക്കും, ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ എയും ബിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് പറ്റും എയും ബിയും എന്ത് തന്നെയാണ്, കൊളീനിയർ ആണ്. അഥവാ എയും ബിയും കൊളീനിയർ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറക്റ്റ് ആണ്. ഇനി നോക്കുമ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എയും ബിയും കൊളീനിയർ ആയതുകൊണ്ട് എയും ബിയും ഈക്വൽ ആവണമെന്നോ അല്ലെങ്കിൽ ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്താവണമെന്നോ നിർബന്ധമില്ല. കാരണം എന്താ, മാഗ്നിറ്റ്യൂഡ്സ് എന്ത് വന്നാലും അവിടെ കുഴപ്പമില്ല, അവര് സെയിം ഡയറക്ഷനോ ഓപ്പോസിറ്റ് ഡയറക്ഷനോ ആകണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ് നമുക്ക് കിട്ടണത്. ഇനി അടുത്തതിലോട്ട് നോക്കുക, ദ റെസ്പെക്റ്റീവ് കോമ്പൗണ്ട്സ് ഓഫ് എ ആൻഡ് ബി ആർ നോട്ട് പ്രൊപ്പോർഷണൽ എന്നാണ് അല്ലേ. അപ്പൊ നോക്കുക, നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് കൊളീനിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ഇവിടെ നോട്ട് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതിലോട്ട് നോക്കുക, ബോത്ത് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ഹാവ് സെയിം ഡയറക്ഷൻ ബട്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്സ് എന്നാണ്. അപ്പൊ നോക്കുക, ഇവിടെ രണ്ടുപേര് കൊളീനിയർ ആവണമെങ്കിൽ അത് സെയിം ഡയറക്ഷൻ മാത്രമല്ല ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നാലും കുഴപ്പമില്ല. ഇനി നോക്കുക, ബട്ട് ഡിഫറെന്റ് മാഗ്നിറ്റ്യൂഡ്സ് എന്ന് പറയേണ്ട കാര്യം ചില കേസുകളിൽ എന്താവും, സെയിം മാഗ്നിറ്റ്യൂഡ്സ് ആവും എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ രണ്ടും സെയിം ഡയറക്ഷനുള്ള വെക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അവ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സ് ആണ് എന്ന് മാത്രമാണ് പറയുക. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് എന്ന് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇവിടെ നമ്മളോട് ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുക. ആ കേസിൽ ബിയും സിയും ഡിയും ഇൻകറക്റ്റ് ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് എ മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയുമ്പോൾ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്നാണ് നമ്മളിവിടെ പറയേണ്ടത്. അപ്പൊ നോക്കുക, ഇതോടുകൂടി എക്സസൈസ് 10.2ന്റെ സൊല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.